സ്നേഹത്തോടും കൂടെ. അതിന് നല്ലൊരു മാതൃകയുണ്ട്. നമ്മുടെ കർത്താവ് നമ്മെ കൈക്കൊണ്ടത് എന്ത് യോഗ്യത നമുക്കുണ്ടായിട്ടാണ്. എത്രയോ പരാജയങ്ങൾ ഉണ്ടായിട്ടും, എത്രയോ വീഴ്ചകൾ ഉണ്ടായിട്ടും കർത്താവ് ഇന്നും എന്നെ കൈക്കൊണ്ടിരിക്കുന്നു. കർത്താവ് ഇന്നും എന്നെ തള്ളിക്കളയുന്നില്ല. ആ കാര്യം മാത്രം ഓർത്താൽ മതി. പരസ്പരം അംഗീകരിപ്പാൻ. നാലാമതായിട്ട് ഓർപ്പിച്ചത് പരസ്പരം ബഹുമാനിക്കുക. ആ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ ഈ പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കട്ടെ. വിവാഹബന്ധമെന്ന് പറയുന്നത് അത് ദൈവം സ്ഥാപിച്ചതാണ്. അത് നിത്യമായ ബന്ധമാണ്. വേർപിരിപ്പാൻ കഴിയുകയില്ല. മനുഷ്യൻ വേർപിരിക്കരുത് എന്നാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദുഃഖകരമായ കാര്യം, കുടുംബ കോടതികൾക്ക് പരിഹരിപ്പാൻ കഴിയുന്നതിൽ അധികമുള്ള വിവാഹമോചന കേസുകൾ കുടുംബ കോടതികളുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇത് ദൈവം വെറുക്കുന്നതാണ്. വിവാഹബന്ധം നിത്യമായ ബന്ധമാണ്. മൂന്നാമത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, വിവാഹബന്ധമെന്ന് പറയുന്നത് സ്നേഹത്താൽ മുദ്രയിടപ്പെട്ട ബന്ധമാണ്. പരസ്പരം സ്നേഹിക്കുന്നുവെങ്കിൽ ആ ബന്ധം നിലനിൽക്കും. നാലാമതായിട്ട് ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. വിവാഹബന്ധമെന്ന് പറയുന്നത് ഇത് നടക്കുവാൻ പോകുന്ന ഒരു വിവാഹത്തിന്റെ നിഴലാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്തുകൊണ്ട് ദൈവം വിവാഹത്തിന് ഇത്ര പ്രാധാന്യം നൽകുന്നു? നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ആദ്യത്തെ അടയാളം ചെയ്തത് ഒരു വിവാഹ വീട്ടിലാണ്. ദൈവവചനത്തിൽ അനേക വിവാഹങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവാഹത്തിന് ദൈവം വലിയ മാന്യത നൽകുന്നുണ്ട്. അതിന്റെ കാരണം തന്റെ പുത്രന്റെ വിവാഹത്തെ ദൈവം ഇതിലൂടെ കാണുകയാണ്. അതിന്റെ നിഴലായിട്ട് നമുക്കിതിനെ കാണുവാനായിട്ട് കഴിയും. ഭാവിയിൽ നടക്കുവാൻ പോകുന്ന ഒരു വലിയ വിവാഹത്തിന്റെ നിഴലാണ് ദൈവവചനപ്രകാരം ഇവിടെ നടക്കുന്ന ഈ വിവാഹം. ഇത് വളരെ ലളിതമാണെങ്കിലും സ്വർഗത്തിലെ ദൈവം ആദരിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവായ യേശു ക്രിസ്തു തന്റെ രക്തത്താൽ സമ്പാദിച്ച തന്റെ സഭയെ വേളി കഴിക്കുവാൻ പോകുന്ന ആ വിവാഹത്തിന്റെ ഒരു നിഴലാണ് ഈ വിവാഹം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ സമ്പാദിക്കപ്പെട്ട എല്ലാവരും ആ സഭയുടെ അംഗങ്ങളായി അന്ന് ആ വിവാഹത്തിൽ ഉണ്ടായിരിക്കും. മണവാട്ടിയായിട്ട് അവിടെ ഉണ്ടായിരിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പാപമോചനം പ്രാപിക്കാത്ത, ദൈവസഭയുടെ അംഗങ്ങളായി തീരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവസ്നേഹത്തിൽ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഓർപ്പിക്കട്ടെ, കാൽവറി ക്രൂശിൽ തന്റെ രക്തം ചൊരിഞ്ഞ് നിങ്ങളെ സ്നേഹിച്ച, നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ച ആ കർത്താവിനെ കൈക്കൊണ്ട് ആ ദൈവസഭയുടെ അംഗങ്ങളായി തീരുവാനിടയായി തീരണം. എങ്കിൽ മാത്രമേ നടക്കുവാൻ പോകുന്ന ആ വലിയ വിവാഹത്തിൽ മണവാട്ടി സഭയുടെ അംഗമായി നിങ്ങൾക്കുമായിരിക്കാൻ കഴിയുകയുള്ളൂ. ദൈവം സഹായിക്കട്ടെ. വിവാഹം കഴിക്കുവാൻ പോകുന്ന ഈ പ്രിയ കുഞ്ഞുങ്ങൾക്ക് ദൈവം വേണ്ട എല്ലാ നന്മകളും നൽകട്ടെ. ദൈവവചനത്തെ അടിസ്ഥാനമാക്കി അത് വിട്ടുമാറാതെ അതെപ്പോഴും അവരുടെ വായിലിരിപ്പാനും അതിൻ പ്രകാരം ശുഭതയുള്ള ഒരു ജീവിതം നയിപ്പാനും ദൈവം അവരെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനത്തിൽ നിന്ന് അനുഗ്രഹീതമായ ചിന്തകൾ പങ്കുവെക്കുവാൻ ദൈവം പ്രിയ ദാസനെ ബലപ്പെടുത്തി. ദൈവത്തിന് എല്ലാ സ്തുതിയും അർപ്പിക്കുന്നു. തുടർന്ന് ഗായക സംഘം മൂന്നാമത്തെ പാട്ട് ആലപിക്കുന്നതാണ്.
ഇന്ന് വിവാഹ ശുശ്രൂഷ നിർവഹിക്കുന്നതിനായിട്ട് നമുക്കെല്ലാവർക്കും സുപരിചിതനായ കർത്തദാസൻ PS തമ്പാൻ സഹോദരൻ ആണ് എത്തിയിട്ടുള്ളത്. ശുശ്രൂഷയ്ക്ക് മുമ്പായിട്ട് ദൈവവചനത്തിൽ നിന്ന് ചില വാക്കുകൾ സദസ്സിനോട് പൊതുവെയും വധൂവരന്മാരുടെ പ്രത്യേകിച്ചും അദ്ദേഹത്തിന് സംസാരിക്കാനുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ആദ്യം അദ്ദേഹം ദൈവവചനത്തിൽ നിന്ന് അല്പം സംസാരിക്കുന്നതാണ്. അതിനുശേഷം ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി K. ഫിലിപ്പ് സാർ പ്രാർത്ഥിക്കുന്നതാണ്. അതിനെ തുടർന്ന് വിവാഹ ശുശ്രൂഷ കർത്തദാസൻ PS തമ്പാൻ നിർവഹിക്കുന്നതാണ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും വിശേഷാൽ ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രവും ഇന്ന് ഈ സദസ്സിലെ മുഖ്യ കേന്ദ്ര ബന്ധുക്കളുമായ പ്രിയ മകൻ ജസ്റ്റിസിനും മകൾ ബെറ്റിമോൾക്കും എൻ്റെ സഹപ്രവർത്തകരായ അനേക ദേവദാസന്മാരിവിടെ വന്നിട്ടുണ്ട്. ഞാൻ അവരുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ആ ദൈവദാസന്മാർക്കും ഈ വിവാഹത്തോട് ബന്ധപ്പെട്ട് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഗാനങ്ങൾ കൊണ്ട് ഈ സദസ്സിനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ഗായക സംഘത്തിനും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ വിവാഹ ശുശ്രൂഷ നിർവഹിക്കുവാൻ കർത്താവ് അവസരം നൽകി. കൂടാതെ തോട്ടാലിൽ പ്രിയ ഭവനം എന്നെ ക്ഷണിച്ചു. അതുമാത്രമല്ല, ഈ സ്ഥലം സഭയും എനിക്ക് അവസരം നൽകി. അതിന് ദൈവത്തോടും നിങ്ങളോടെല്ലാവരോടും കർത്താവിന്റെ നാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. ഞാൻ ഈ വിവാഹം നടത്തണമെന്ന് വാശി പിടിച്ചത് പ്രിയ ജസ്റ്റിസാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായ എന്നോടുള്ള അടുപ്പം കൊണ്ടുകൂടെയാണ് ഈ വിവാഹം ഞാൻ തന്നെ നിർവഹിക്കണം, ശുശ്രൂഷ നിർവഹിക്കണമെന്ന് താൻ ആഗ്രഹിച്ചത്. എൻ്റെ മകനും കുടുംബമായിട്ട് എന്നോട് വന്നിട്ടുണ്ട്. എൻ്റെ മകനും പ്രിയ ജസ്റ്റിസിനോടൊപ്പം അവിടെ ഷാർജയിലാണ്. അവർ 2 സ്ഥലം സഭകളിലാണ് കൂടുന്നതെങ്കിലും ഇവർ രണ്ടുപേരും പാട്ടിനോട് വലിയ കമ്പമുള്ളവരാണ്. അതുകൊണ്ട് ആ ബന്ധത്തിൽ ഇവർ ഒരുമിച്ച് കൂടുകയും അനേക ആത്മിക ശുശ്രൂഷകളിൽ ഒരുമിച്ച് പങ്കാളികളാകുകയും ചെയ്യുന്നവരാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്കും അവിടെ പോയി പ്രിയ മകനോടൊപ്പം ആത്മീയ ശുശ്രൂഷയിൽ പങ്കാളിയാകുവാൻ ദൈവം എനിക്ക് അവസരം തരികയുണ്ടായി. ഇന്ന് ഇവരുടെ വിവാഹം നടത്താൻ സാധിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവമക്കളെല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കണം. ദയവായിട്ട് ഈ ശുശ്രൂഷകൾ അവസാനിക്കുന്നിടം വരെ, പ്രത്യേകിച്ചും വചന ശുശ്രൂഷയുടെ സമയത്ത് ആരും കണ്ണടച്ച് പ്രാർത്ഥിക്കേണ്ട, കണ്ണ് തുറന്നിരുന്ന് പ്രാർത്ഥിക്കുക. മാത്രമല്ല, ഇതൊരു സന്തോഷത്തിൻ്റെ സമയമാണ്. ഞാൻ ഈ സദസ്സിൽ ഒട്ടുമിക്ക ആളുകളെ നോക്കിയപ്പോൾ മസിൽ പിടിച്ച് ഇങ്ങനെ വലിയ ഗൗരവഭാവത്തിലൊക്കെ ഇരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാനാണ് വന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളാം. അനിൽ എബ്രഹാം പ്രിയ യുവ സുവിശേഷകനിൽ നിന്ന് അനുഗ്രഹീതമായൊരു സന്ദേശം കേട്ടുകഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ദീർഘമായി പ്രസംഗിക്കുകയില്ല. എനിക്ക് വളരെ സമയം ഇവിടെ അനുവദിച്ചിട്ടുണ്ട്, എന്നോടൊരു സമയം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അപ്പം തന്നെ പറഞ്ഞത് കൂടുതലാണ്, അത്രയും സമയം ഞാൻ വിനിയോഗിക്കുകയില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ ബ്രദറൻകാരുടെയും പെന്തിക്കോസ്റ്റുകാരുടെയും ഒക്കെ കല്യാണത്തെക്കുറിച്ചൊരു പഴിയുണ്ട്. എന്താ, ഇവരുടെ കല്യാണത്തിന് പോയ നേരത്തും കാലത്തും ഒന്നും വീട്ടിൽ ചെന്ന് പറ്റാൻ ഒക്കത്തില്ലെന്ന്. ഞാൻ ബ്രദറൻകാരുടെയും പെന്തിക്കോസ്റ്റുകാരുടെയും അല്ല, പലരുടെയും കല്യാണത്തിന് പോയിട്ടുണ്ട്. പക്ഷേ ഏത് കല്യാണത്തിന് പോയാലും ഒരു ദിവസം പോക്കാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ പരാതി മുഴുവനും ഇവിടെയാണ് കിടക്കുന്നത്. കാര്യം ഈ പ്രസംഗം സഹിക്കാനുള്ള ബുദ്ധിമുട്ടാണ് കാരണം. ഞങ്ങൾ അതുകൊണ്ട് പ്രസംഗത്തിന് വേണ്ടി കൂടുതൽ അവസരം ഞാനിപ്പോൾ എടുക്കുന്നില്ല. വളരെ ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ബ്രദറൻകാരുടെ ഇടയിൽ നന്നായി അറിയപ്പെടുന്ന 2 സ്ഥലം സഭകളിൽ കൂട്ടായ്മയിലുള്ള കുഞ്ഞുങ്ങളാണ്.
അവർക്ക് നന്നായിട്ട് ദൈവവചനം പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള സഭകളാണ് അവർക്ക് പിമ്പിലുള്ളത്. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇപ്പോൾ അധികം ഒന്നും പറയേണ്ട കാര്യമില്ല. പൊതു സദസ്സിനോടുകൂടെയാണ് ഞങ്ങൾ പ്രധാനമായും ചില കാര്യങ്ങൾ പറയുന്നത്. ദൈവമാണ് വിവാഹം സ്ഥാപിച്ചതെന്ന പ്രാർത്ഥനയിലും അല്ലാതെയും നമ്മളിവിടെ കേൾക്കുകയുണ്ടായി. ദൈവം വിവാഹം സ്ഥാപിച്ചതിന് ഉദ്ദേശമുണ്ട്. ഏതൊരു പ്രോഡക്റ്റും ഒരു കമ്പനി നിർമ്മിക്കുമ്പോൾ ആ പ്രോഡക്റ്റ് കൊണ്ട് കമ്പനിക്കൊരു ഉദ്ദേശമുണ്ട്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, ആ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ സ്ഥാപനം സ്ഥാപിക്കുന്നവർക്ക് അതുകൊണ്ടൊരു ഉദ്ദേശമുണ്ട്. വിവാഹം സ്ഥാപിച്ച ദൈവത്തിന് ശ്രദ്ധിക്കുക, പ്രധാനമായിട്ടും 5 ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. വേറെയും ഉണ്ടായിരിക്കും. പ്രധാനമായിട്ടും 5 കാര്യങ്ങൾ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. 1, സന്തതി പരമ്പര നിലനിൽക്കണം. മനുഷ്യ ചരിത്രത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകാനാണ്. ഇന്ത്യയിൽ പരക്കെ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാർ 2 പേരുണ്ട്. ഞാൻ അവരുടെ പേരിവിടെ പറയുന്നില്ല, ഒരു പക്ഷെങ്കിൽ ചിലർക്കെങ്കിലും പ്രയാസം ഉണ്ടാകുമോ എന്ന് വിചാരിച്ച്. അവർ വിവാഹിതരായി കുടുംബസ്ഥരാണ്. ഇന്ന് അവരുടെ 2 പേരുടെയും തലമുടിയൊക്കെ നരച്ചിട്ടുണ്ട്. ഒരാളുടെ തലമുടി നരച്ചതറിയാം, മറ്റേ ആളിൻ്റെ തലമുടി നരച്ചതായിട്ട് അറിയത്തില്ല, ഡൈ കൊണ്ടാണ്. ഇവരെ വിവാഹിതരാകാൻ തീരുമാനിച്ചപ്പോൾ അവർ തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു. മക്കളുണ്ടാവാൻ പാടില്ല, നമുക്ക് മക്കൾ വേണ്ട. ഇത് ദൈവഹിതത്തിനെതിരായിട്ടുള്ള ഒരു തീരുമാനമാണ്. പ്രിയ കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, ദൈവം വിവാഹം സ്ഥാപിച്ചിരിക്കുന്നത് സന്താനങ്ങളോടുകൂടെ ദൈവത്തെ സേവിക്കാൻ വേണ്ടിയാണ്. ഈ കാര്യം ആരും മറന്നുപോകരുത്. വിവാഹിതരാകാനുള്ള കുഞ്ഞുങ്ങളോട് പറയട്ടെ, ദയവ് ചെയ്ത് അങ്ങനെയുള്ള കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത്. കുഞ്ഞുങ്ങളെ കിട്ടാൻ വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ട് എത്രയോ പ്രിയപ്പെട്ടവർക്ക് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുകയാണ്. അപ്പോൾ ദൈവം മക്കളെ തരുമെങ്കിൽ അവരെ ഇരുകരങ്ങളും നീട്ടി വാങ്ങി ദൈവകൃപയിൽ വളർത്തി ഒരു വിശുദ്ധ സന്തതിയെ നിലനിർത്താൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. 2-ാമതായിട്ട് വിവാഹം ദൈവം സ്ഥാപിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് തിരുവെഴുത്തിൽ നിന്ന് ഒരു ഭാഗം ഞാനൊന്ന് വായിച്ചിട്ട് പറയാം. സദൃശ്യവാക്യങ്ങൾ 5-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ശലോമോൻ പറഞ്ഞത്, നിന്റെ യൗവനത്തിലെ ഭാര്യയിൽ സന്തോഷിച്ചുകൊള്ളുക. എല്ലാം ഞാൻ വായിക്കുന്നില്ല, പരസ്യമായിട്ട് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട്. 19-ാം വാക്യത്തിൻ്റെ ഒടുവിൽ അവളുടെ പ്രേമത്താൽ നീ എല്ലായ്പ്പോഴും മത്തനായിരിക്കുകയാണ്. കുടുംബജീവിതത്തിൻ്റെ ഒരു വലിയ ഉദ്ദേശമെന്ന് പറയുന്നത് ഇതാണ്. നിന്റെ ഭാര്യയിൽ സന്തോഷിക്കണം, നിന്റെ ഭർത്താവിൽ സന്തോഷിക്കണം, മത്തനായിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവം കുടുംബജീവിതം സ്ഥാപിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം അതാണ്. ഞാൻ പിന്നാലെയും അത് ഒന്ന് സ്പർശിക്കേണ്ടതായിട്ട് വരും. 3-ാമതായിട്ട് വിവാഹം ദൈവം സ്ഥാപിച്ചതിൻ്റെ ഉദ്ദേശം ദൈവസഭ, ഇവിടെ പ്രിയ സഹോദരൻ പറഞ്ഞുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 32-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട്, ഞാനിത് ക്രിസ്തുവിനെയും സഭയെയും കുറിച്ച് അത്രേ പറയുന്നതെന്ന്. അപ്പോൾ ദൈവസഭയെയും യേശുക്രിസ്തുവിനെയും സംബന്ധിച്ചറിയാനും അവർ തമ്മിലുള്ള ബന്ധം ഒരു വൈവാഹിക ബന്ധമാണ്, ഭാര്യാഭർത്തൃ ബന്ധമാണ് എന്നുള്ളത് വ്യക്തമാക്കാനും വേണ്ടിയാണ് ദൈവം വിവാഹം സ്ഥാപിച്ചത്. 4-ാമതായിട്ട് വിവാഹം ദൈവം സ്ഥാപിച്ചു. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, വിവാഹം സ്ഥാപിച്ചതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ദുർനടപ്പ് നിമിത്തം ഓരോരുത്തരും സ്വന്തം ഭാര്യ, ഓരോരുത്തർക്ക് സ്വന്തം പ്യൂരിറ്റിക്ക് വേണ്ടിയാണ് ദൈവം വിവാഹം സ്ഥാപിച്ചത്. വിശുദ്ധി നിലനിർത്താൻ വേണ്ടിയാണ്. മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന വൈകാരിക ഭാവം ഒരു അനുഗ്രഹമാണ്, അതൊരു ശാപമല്ല. ആ വൈകാരിക ഭാവം വ്യവസ്ഥാപിതമായ മാർഗത്തിൽ ഉപയോഗിക്കുവാൻ ദൈവം സ്ഥാപിച്ചിരിക്കുന്ന വ്യവസ്ഥാപിതമായ സ്ഥാപനമാണ് വിവാഹബന്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദുർനടപ്പ് ഒഴിവാക്കാൻ വേണ്ടിയാണ്, വിശുദ്ധി നിലനിർത്താൻ വേണ്ടിയാണ് ദൈവം വിവാഹം സ്ഥാപിച്ചത്. 5-ാമതായിട്ട് എന്തിനാണ് ദൈവം വിവാഹം സ്ഥാപിച്ചത്? അത് ഞാനൊരു വേദഭാഗം വായിച്ച് ഒരല്പം വിശദീകരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. സഭാപ്രസംഗി ശലോമോൻ എഴുതിയ
സഭാപ്രസംഗി 4-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെയുള്ള 4 വാക്യങ്ങളാണ് ഞാൻ അതിനാധാരമായിട്ട് വായിക്കും. പാർട്ട്ണർഷിപ്പിന് വേണ്ടിയാണ്, ഫെലോഷിപ്പിന് വേണ്ടിയാണ്, കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് ദൈവം വിവാഹം സ്ഥാപിച്ചു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ദൈവം ഒരു കാര്യം അല്ലെന്ന് പറഞ്ഞാൽ എക്കാലത്തും നല്ലതല്ല. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. പാർട്ട്ണർഷിപ്പിന് വേണ്ടിയാണ് ദൈവം വിവാഹം സ്ഥാപിച്ചു. നോക്കണം, ഇവിടെ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു പോകാം, അധികം വിശദീകരിക്കുകയില്ല. ഇങ്ങനെയാണ്: ഒരുവനേക്കാൾ ഇരുവരേറെ നല്ലത്. ജസ്റ്റ് ബെറ്റിമോളെ, ഒന്നായിരിക്കുന്നതിനേക്കാൾ 2 പേരും കൂടെ ഒരുമിച്ച് ജീവിക്കുന്നതാണ്. ഇത് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയാണ്. ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലത്. എന്തുകൊണ്ടാണ് ഒരുവനേക്കാൾ ഇരുവർ ഏറെ നല്ലതായിരിക്കുന്നത്? നമുക്ക് അടുത്ത് പറയുന്നത്, തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടുന്നു. എന്താ? വീണാൽ ഒരുത്തൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും. ഏകാകി വീണാലോ അവനെ എഴുന്നേൽപ്പിക്കുവാൻ ആരുമില്ലായക കൊണ്ട് അവന് അയ്യോ കഷ്ടം. മക്കളെ, പ്രത്യേകം ഓർത്തോണേ, കുടുംബജീവിതം നയിക്കുന്നവരോടും ഞാൻ പ്രധാനമായിട്ട് പറയുകയാണ്, കല്യാണം കഴിക്കാൻ പോകുന്നവരും ഒക്കെ ഇതും വ്യക്തമായി ബോധ്യം വന്നതിന് ശേഷമേ ചെയ്യാവുള്ളൂ. എന്താ? വീണാൽ എഴുന്നേൽപ്പിക്കുക. പാർട്ട്ണർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഞാൻ ഇവരെ 2 പേരെ വന്നപ്പോൾ തന്നെ ഒന്ന് നോക്കി. കല്യാണം നടത്തുന്നതിന് മുമ്പ് 2 പേരെ ശ്രദ്ധിക്കണമല്ലോ. നോക്കിയപ്പോൾ 2 പേർക്കും ആരോഗ്യത്തിൽ വലിയ കുറവൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. ദൈവത്തിൻ്റെ കൃപയാൽ ഒരാൾ വീണാൽ, ജസ്റ്റിസ് ഇച്ചിരി വലിയ പുള്ളിയാണെങ്കിലും വീണാൽ എഴുന്നേൽപ്പിക്കാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാനിവിടെ പറഞ്ഞ കാല് തന്നെ വീഴുന്ന അക്ഷരികമായ വീഴ്ചയെക്കുറിച്ചല്ല. മനുഷ്യനാണ്, ബലഹീനതകൾ വരാം, പോരായ്മകൾ വരാം. കുടുംബജീവിതത്തിൽ പെർഫെക്റ്റ് ആയിട്ട് ആരുമില്ല. ഞാൻ പറയട്ടെ, ഇവിടെ എൻ്റെ സഹോദരൻ പറഞ്ഞ പോലെ ഒരു പെർഫെക്റ്റ് ഹസ്ബൻഡിന്, ഒരു പരിപൂർണനായ ഭർത്താവിനെ ലോകത്തോടത്തും കിട്ടത്തില്ല. അത് വേണമെങ്കിൽ നമുക്ക് വല്ലതും ഉണ്ടാക്കി ഒരു യന്ത്രം പോലെ വല്ലതും ആക്കി സൃഷ്ടിച്ചു വെച്ചാൽ നടക്കും. അത് നടക്കത്തില്ല. അപൂർണതകളുള്ളവനാണ് മനുഷ്യൻ. പ്രിയമകനെ, അപൂർണതകളോടുകൂടെ നിന്റെ പ്രിയപ്പെട്ടവളായി ദൈവം തരുന്ന ബെറ്റിമോളെ സ്വീകരിക്കാൻ കഴിയണം. ജസ്റ്റിസിനെ സ്വീകരിക്കാൻ ബെറ്റിമോൾക്ക് വീണാൽ എഴുന്നേൽപ്പിക്കണം. അത് മറന്നുപോകരുത്. കാടിയാണെങ്കിലും മൂടി കുടിക്കണം, തൊണ്ട പുഴുത്താൽ കടിച്ചിറക്കിക്കോണം. കേട്ടല്ലോ, ഇതൊക്കെ പഴമക്കാർ ചുമ്മാ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല. വളരെ കരുതലോടുകൂടെ കുടുംബജീവിതം നയിക്കാൻ സാധിക്കണം. വീണാൽ എഴുന്നേൽപ്പിക്കുക. രണ്ടാമതായിട്ട് ഇവിടെ ശലോമോൻ പറഞ്ഞിരിക്കുന്ന 11-ാം വാക്യത്തിലാണ്. അത് ഞാൻ മുമ്പ് പറഞ്ഞതിൻ്റെ മറ്റൊരു വ്യാഖ്യാനമാണ്. 2 പേർ ഒന്നിച്ച് കിടന്നാൽ അവർക്ക് കുളിർ മാറും, ഒരുത്തൻ തന്നെ ആയാലോ എങ്ങനെ കുളിർ മാറും? കുടുംബജീവിതത്തിൽ പാർട്ട്ണർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്ന 2-ാമത്തെ കാര്യം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഒരു വൈകാരിക തലമുണ്ട്. ചിലർ ഭക്തി കൂടി കഴിയുമ്പോൾ പിന്നെ കുടുംബജീവിതവും ദാമ്പത്യ ജീവിതത്തിൻ്റെ ആ ഭൗതിക തലങ്ങളും വൈകാരിക തലങ്ങളും ഒക്കെ അങ്ങ് മറന്നുപോകും. ചിലരങ്ങ് ചില ആളുകൾ അങ്ങ് ഹിമാലയത്തിൽ പോകുന്ന പോലെ ബക്കരി മൂത്തി വേറെ ദിവസവും കൊണ്ട് അങ്ങ് പോകുക. പിന്നെ കുടുംബത്തെ നോക്കത്തില്ല, ഭാര്യയെ നോക്കത്തില്ല, ഭർത്താവിന്. ചില സഹോദരിമാരാണെങ്കിൽ എന്നും ഉപവാസം അങ്ങ് കരഞ്ഞു വീണ് കിടന്നങ്ങ് അങ്ങ് നെഞ്ചത്തടിച്ച് കരഞ്ഞോളുക. ഞാൻ പറയട്ടെ, ഇതൊക്കെ വേണം, ഭക്തി വേണം, പ്രാർത്ഥന വേണം. പക്ഷേ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുടുംബജീവിതത്തിലെ വൈകാരിക തലം സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും, വലിയ പരാജയങ്ങളുണ്ടാകും. ഞാൻ എൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളിലേക്കൊക്കെ പ്രവേശിക്കാൻ ഇപ്പോൾ മുതിരുന്നില്ല. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പാർട്ട്ണർഷിപ്പ് കൊണ്ട് സാധിക്കേണ്ട, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, തക്കനായ തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് തമ്പുരാൻ കുടുംബജീവിതം സ്ഥാപിച്ചതിൻ്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കുക. മൂന്നാമതായിട്ട് ഇവിടെ ശലോമോൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ 2 പേർക്കും കൂടെ എന്ത് ചെയ്യാം? അവനോട് എതിർത്ത് നിൽക്കാം. മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല. ഈ മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ലെന്ന് എല്ലാ കല്യാണത്തിലും പറയാറുണ്ട്. പക്ഷേ ഈ മോളി പറഞ്ഞ കാര്യങ്ങൾ പറയാറില്ല. എന്തുകൊണ്ട് മുപ്പിരിച്ചരട് അറ്റുപോകുകയില്ല? അതിൻ്റെ മൂന്നാമത്തെ കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഒരുവന് നേരെ ആക്രമിച്ചാൽ ഒറ്റയ്ക്കാണെങ്കിൽ നേരിടാൻ വളരെ ബുദ്ധിമുട്ടുണ്ടല്ലേ? അതേസമയം 2 പേർ ഒരുമിച്ച് നിൽക്കുമ്പോൾ ആക്രമണം വന്നാൽ നിങ്ങൾക്ക് 2 പേർക്ക് ഒരുമിച്ച്
പ്രത്യാക്രമണം നടത്താൻ കഴിയും. ഞാൻ ഒറ്റ വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ചെകുത്താൻ്റെ ഏറ്റവും വലിയ ആക്രമണമുള്ളത്, പിശാചിൻ്റെ ഏറ്റവും വലിയ ആക്രമണമുള്ളത് കുടുംബത്തിന് നേരെയാണ്. ആദ്യം അവൻ ആക്രമണം അഴിച്ചുവിട്ടത് ദൈവം സ്ഥാപിച്ച കുടുംബത്തിന് നേരെയാണ്. കുടുംബത്തെ തകർത്തുകൊണ്ടാണ് അവൻ അവൻ്റെ പദ്ധതി മനുഷ്യ ചരിത്രത്തിൽ ആരംഭിച്ചത്. അങ്ങനെയെങ്കിൽ കുഞ്ഞുങ്ങളെ ഓർത്തോടുക, ഇന്ന് നിങ്ങളെ ദൈവം ഒന്നാക്കി തീർക്കുമ്പോൾ തന്നെ പിശാച് നിങ്ങളെ പിരിക്കാനുള്ള എല്ലാ അടവുകളും നോക്കും. എല്ലാ തന്ത്രങ്ങളും എല്ലാ ആക്രമണങ്ങളും അവൻ അഴിച്ചുവിടും. പക്ഷെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്ന് പ്രത്യാക്രമണം നടത്തണം. എന്താ ദൈവജനത്തിൻ്റെ പ്രത്യാക്രമണം എന്നറിയാമോ? മുട്ട നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് കുടുംബജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തിന് സ്തോത്രം. 34 വർഷം